പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പുനർവായനയിലാണ് നമ്മളിപ്പോൾ. ഇത് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ വിശ്വാസമനുസരിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള ചരിത്രമനുസരിച്ച് 1400 വർഷത്തോളം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് ഇന്ന് വിശ്വസിച്ചു പോകുന്നത്. ഇപ്പൊ നിലവിലുള്ള ചരിത്രമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല. അതും എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ അസത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിൽ സത്യങ്ങളും അസത്യങ്ങളും ഉണ്ടാകും. പക്ഷെ ഏതുമാവട്ടെ, ലോകത്ത് ഉന്നതമായ ഒരു ദർശനം നൽകുന്ന, ഉന്നതമായ ഒരു ആശയം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന നിലവിലുള്ള വാദം ഈ ഖുർആനിന്റെ ആളുകളായിട്ട് ഇന്ന് 100 കോടിയിലധികമുള്ള മുസ്ലിങ്ങളുള്ള ഈ ലോകത്ത് ഇത് ഉന്നതമായ ഒരു ആശയം നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് അവർ വീരവാദം മുഴക്കുമ്പോൾ 1400 വർഷമായിട്ട് സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഖുർആൻ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ഗുണമാണ് ഇതുകൊണ്ട് ഇവിടെയുള്ള സമൂഹത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ 1400 വർഷം എന്ന് ഇവർ പറയുന്ന ഈ രൂപത്തിൽ ഖുർആൻ സൗദി അറേബ്യയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ. സ്വതന്ത്ര ചിന്തയെ ഏറ്റവും കൂടുതൽ തടഞ്ഞു നിർത്തുന്ന ഇരാത ഭരണം നടക്കുന്ന ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണവ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ബഹുഭൂരിപക്ഷ മുസ്ലിം രാഷ്ട്രങ്ങളും. മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കുവാനോ ഗവേഷണം ചെയ്യാനോ അവസരമില്ലാത്ത, സാംസ്കാരികമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ. അപ്പോൾ 1400 വർഷമായിട്ട് ലോകത്ത് വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എങ്കിൽ എന്തുകൊണ്ട് ഈ ഖുർആനിന് അത് ഉത്ഭവിച്ച സൗദി അറേബ്യയിൽ പോലും ഒരു ഉന്നതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കില്ല? അപ്പോൾ ഖുർആൻ എന്നൊരു ഗ്രന്ഥം ഉന്നതമായ ആശയം നൽകുന്നതാണ്, അത് ഉന്നത സമൂഹത്തെ സൃഷ്ടിക്കുന്നതാണ് എന്ന ഒരു വീരവാദം മുഴക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ആശയപരമായിട്ടോ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലോ അത് ബോധ്യപ്പെടുത്തുവാൻ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളെ അത് ബോധ്യപ്പെടുത്തുവാൻ ഈ ഖുർആനിലെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ഇന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, നല്ല മനോഭാവമുള്ള സമൂഹത്തിൽ നീതിയും ന്യായവും സ്ഥാപിക്കണമെന്ന്, കാരുണ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വതന്ത്ര ചിന്തകൾ പലപ്പോഴും പല കാലഘട്ടങ്ങളിൽ ഖുർആനിൽ നിന്ന് അകലുകയും യുക്തിവാദി പ്രസ്ഥാനങ്ങളിലും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിലും സ്വതന്ത്ര പ്രസ്ഥാനങ്ങളിലുമെല്ലാം പോവുകയും ഖുർആനിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. അതേസമയം നമ്മൾ ഇന്ന് ഖുർആനിന്റെ പരിഭാഷകൾ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉള്ളതോടുകൂടി തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഇപ്പോ വിവാഹം കഴിക്കുന്ന കാര്യങ്ങളിലും അതുപോലെയുള്ള മറ്റുള്ള വിഷയങ്ങളിലുമെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളതോടുകൂടി തന്നെ നിലവിലുള്ള പരിഭാഷകൾ നമ്മൾ വായിക്കുമ്പോൾ ഖുർആൻ പറയുന്നത് ഇത് ഇരുട്ടിലേക്ക് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഇത് കാരുണ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. കാരുണ്യത്തിനും നീതിക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണെന്ന് ഖുർആനിൽ നിലവിലുള്ള പരിഭാഷയിൽ തന്നെ ഊന്നി പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഖുർആനിൽ തന്നെ ഒരു ഭാഗത്ത് വളരെയധികം നീതിക്കും കാരുണ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മനുഷ്യന് ഒരു ഉന്നതമായ ആശയം നൽകുന്നു എന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വായിക്കുമ്പോൾ ആ ഒരു പൂർണ്ണത അവിടെ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൽ ലോകത്ത് പലപ്പോഴായിട്ട് ഖുർആനിന്റെ പഠനം ഒരു സ്വതന്ത്രമായി പഠിക്കുന്ന പല പണ്ഡിതന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ പഠനത്തിന്റെ ഫലമായിട്ട് അവർ ഉരുത്തിരിഞ്ഞ് വ്യക്തമായ ഒരു ബോധ്യത്തിലെത്തി. ഈ ബോധ്യമാണ് ഈ ഖുർആൻ എന്നത് പരിപൂർണമായ ഒരു ഗ്രന്ഥമാണ്. ഇന്ന് നിലവിലുള്ള മുസ്ലിം സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഖുർആനികമല്ല. അഥവാ ഖുർആനിന് പുറമെ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന നിലയിലും പ്രായോഗികവൽക്കരണം എന്ന നിലയിലും പിൽക്കാലത്ത് എഴുതിവെച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളും ഫിഖ് ഗ്രന്ഥങ്ങളും, ഈ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഖുർആനിക വായനയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിന്റെ യഥാർത്ഥമായ ആശയം നമുക്ക് ലഭിക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ ആശയം ലഭിക്കേണ്ടത് ഉണ്ടെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ നിലവിലുള്ള മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന നിലയിലും പ്രായോഗികവൽക്കരണം എന്ന നിലയിലും
ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഹദീസുകൾ എന്ന നിലയിലും ഫിഖ് ഗ്രന്ഥങ്ങളും എല്ലാം ഒഴിവാക്കണം. അതെല്ലാം ഖുർആനിനെയും ആ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയും വികലമാക്കുന്നതാണ്. അതുകൊണ്ട് പരിപൂർണമായ ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന ആശയത്തിലേക്ക് അവർ എത്തിച്ചേരുകയും അത് അഹ്ലുൽ ഖുർആൻ എന്ന പേരിലും ഖുർആൻ സുന്നത്ത് എന്ന പേരിലും ഓൺലി ഖുർആൻ എന്ന പേരിലും ഒക്കെ ഇവിടെ രൂപം കൊള്ളുകയും ആ രൂപത്തിൽ ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ രൂപത്തിൽ പണ്ഡിതന്മാർ പലരും ഇത് അവതരിപ്പിച്ചെങ്കിലും അവരെല്ലാം ഫോളോ ചെയ്ത ആ പരിഭാഷകൾ നിലവിലുള്ള ഈ ഫിക്സ് ചെയ്യപ്പെട്ട ഹദീസുകളിലാണ് ഫിക്സ് ചെയ്യപ്പെട്ട അർത്ഥങ്ങളാണ് നിലവിലുള്ള പരിഭാഷകളിൽ മുഴുവൻ. ഇതിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഇപ്പൊ നിസ്കാരം 3 ഉള്ളൂ എന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ നോമ്പിനെ പറ്റി അത് 7 3 എന്ന തർക്കത്തിലേക്ക്, നോമ്പ് 30 ദിവസമില്ല ഒരു 3 7 എന്ന തർക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഹജ്ജിനെ സംബന്ധിച്ച് നിലവിലുള്ള കുറച്ച് ആചാരങ്ങൾ മാറ്റുന്ന രൂപത്തിൽ ആ വായന അത് പരിപൂർണതയിൽ എത്താതെ അത് ലോകത്ത് ഇപ്പൊ ഖുറാനുകൾ എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. റഷാദ് ഖലീഫ, അമേരിക്കയിലെ റഷാദ് ഖലീഫ, അദ്ദേഹം 91 കൊല്ലപ്പെട്ടു. ഈ റഷാദ് ഖലീഫ പോലുള്ളവര് അദ്ദേഹം ഖുർആൻ മാത്രം എന്ന രൂപത്തിൽ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചു, ഹദീസുകൾ മുഴുവൻ തള്ളിയെങ്കിലും ഖുർആനിലെ 5 നേര നമസ്കാരം അവർക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഖുർആനിന്റെ ആ സ്വലാത്ത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഖുർആൻ പറയുന്ന ഹജ്ജ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന്റെ ഒരു ഖുർആൻ മാത്രം എന്ന ഒരു തലത്തിലേക്ക് അവർ എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇത് അവരുടെ കുറ്റമല്ല, ഈ നൂറ്റാണ്ടുകളായി വന്ന ഒരു അട്ടിമറി, ആശയപരമായ അട്ടിമറി ഇത് സംഭവിച്ചത് കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഖുർആനിൽ മാത്രം എന്ന തലത്തിലേക്ക് എത്തിയ ശേഷം വീണ്ടും നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും പല കൺഫ്യൂഷനും ഉണ്ടാകുന്നു. അത് സ്വലാത്തിന്റെ കാര്യത്തിലും ഹജ്ജിന്റെ കാര്യത്തിലും മാത്രമല്ല, നിസായികളോടുള്ള പെരുമാറ്റത്തിൽ അത് പെണ്ണുങ്ങളോട് കല്യാണം കഴിക്കുന്ന വിഷയമാണ് തലാഖ് എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കുന്നതാണ് എന്ന രൂപത്തിലുള്ള നിലവിലുള്ള വായന. ഇതൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളും അപ്രായോഗികതയും നിലനിൽക്കുമ്പോൾ വീണ്ടും ഖുർആനിന്റെ ഉള്ളിലേക്കുള്ള ഒരു വായനയിൽ പല പണ്ഡിതന്മാരും മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ തന്നെ പല ആളുകളും ഖുർആനിൽ അകന്നപ്പോൾ ഇത് ഖുർആൻ ഒരു നല്ല ഗ്രന്ഥമല്ല, ഇത് ആശയം സംവേദനം ചെയ്യുന്നില്ല എന്ന രൂപത്തിൽ അകന്നപ്പോൾ അതല്ല ഖുർആനിൽ എന്തൊക്കെയുണ്ട്, ഈ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. കാരണം ഒരു പൊരുത്തക്കേടുകളുണ്ട്. ഖുർആൻ പറയുന്ന ഈ നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള നിലപാടുകൾ ഒരു സമയത്ത് നിലനിൽക്കുമ്പോൾ അതിനെതിരെ ഒരു ഗ്രന്ഥത്തിൽ പറയുമ്പോൾ ഈ വ്യാഖ്യാനത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട് എന്നൊരു കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് പല പണ്ഡിതന്മാരും ഖുർആനിനെ വീണ്ടും ഒരു റിവൈസ്ഡ് വായനയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്ത് ഷബീർ അഹമ്മദിനെ പോലുള്ളവർ, അതുപോലെ പർവേഷിനെ പോലുള്ളവർ, അഹ്മദ് സുബ്ലി മൻസൂറിനെ പോലുള്ളവർ ഈ വായന അതിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ഒന്നുകൂടി മുന്നോട്ട് കടന്ന് ഖുർആനിനെ വായിക്കേണ്ടത് നിലവിലുള്ള ഡിക്ഷണറികൾ നോക്കി നിലവിൽ ഫിഖ്ഹുകൾ എഴുതി വെച്ച അർത്ഥം വെച്ചുകൊണ്ട് ഖുർആനിനെ വായിച്ചാൽ ഖുർആനിന്റെ ആശയം ഒരിക്കലും എത്തുകയില്ല. അതിന്റെ യഥാർത്ഥമായ ആശയം എത്തണമെങ്കിൽ ഓരോ പദങ്ങളും അതിന്റെ ഉൽപ്പത്തിയിൽ നിന്ന് റൂട്ട് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കണം. അങ്ങനെ റൂട്ട് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ ആശയം കണ്ടെത്തിയാൽ മാത്രമേ ഖുർആനിലെ മൊത്തത്തിലുള്ള ഒരു വായന ലഭിക്കുകയുള്ളൂ. അങ്ങനെ വായിക്കുമ്പോൾ ഖുർആൻ ഒരു പരിപൂർണമായ ഒരു വായനയിൽ ഓരോ വിഷയങ്ങളും യഥാർത്ഥമായ ആശയങ്ങൾ സംവേദനം ചെയ്യുന്നുണ്ട് എന്ന പുതിയ കണ്ടെത്തലുകളിൽ നിന്ന് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഡോക്ടർ ഖമർ സമാനിനെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിനെ റൂട്ട് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് വായിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ ആശയങ്ങളും പൊളിഞ്ഞുകൊണ്ട് ഒരു പുതിയ വായനയാണ് ഇവിടെ നമുക്ക് തുറന്നു കിട്ടുന്നത്. ഈ വായനയിലൂടെ നമുക്ക് ഖുർആനിന്റെ നിലവിലുള്ള സങ്കല്പങ്ങൾ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഒരു വായനയിലൂടെയാണ് നമ്മൾ സ്വലാത്ത് ചെയ്യുന്നത്. അത് നിലവിൽ പാരമ്പര്യമായ ആചാര നമസ്കാരമല്ല. അത് വ്യക്തമായ സ്വലാത്ത് എന്ന പദത്തിന് സല്ല എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്. അതിന്റെ വിപരീതമാണ് തവല്ല എന്ന് ഖുർആനിലൂടെ തന്നെ സല്ല എന്നും തവല്ല എന്നുമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് മൻ സദ്ദഖ വസല്ല വലാകിൻ കദബ വതവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയത്തെ പിന്തുടരുകയാണ് എന്നും അതിന്റെ സ്ഥാപനമാണ് അഖീമുസ് സ്വലാത്ത് എന്നും. അപ്പോൾ ദൈവികമായ ആശയത്തെ പിന്തുടരലും അത് നടപ്പിലാക്കലുമാണ് അഖീമുസ് സ്വലാത്ത്. അത് കേവലം ഒരു ആചാര നമസ്കാരമല്ല എന്ന രൂപത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സ്വലാത്ത് കൊണ്ട് ഇവിടെ അനീതിയും അന്യായവും ഇല്ലാതാക്കാൻ സാധിക്കും, തിന്മകളെ തടയാൻ സാധിക്കും എന്ന ഒരു ആശയം നമുക്ക് തുറന്നു കിട്ടുന്നു.
അതേസമയം ഇങ്ങനെ ഒരു ആശയം തുറന്നിരിക്കുമ്പോൾ തന്നെ ഈ ദൈവിക കൽപ്പനകളെ പിന്തുടരുക, അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ദൈവിക കൽപ്പനകളാണ് നമുക്ക് പിന്തുടരേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്? ഇത് ഒരു പുതിയ ഭരണം ഉണ്ടാക്കാനാണോ? മതഭരണം ഉണ്ടാക്കാനാണോ? ഈ രൂപത്തിൽ പല തെറ്റിദ്ധാരണകളും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എന്താണ് അഖീമുസ്സലാത്ത് എന്ന് അതിന്റെ ഒരു എസൻസിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ അഖീമുസ്സലാത്തിലേക്ക് എത്തുകയുള്ളൂ. അതെങ്ങനെ ഇവിടെ നടപ്പിലാക്കണം എന്ന ആശയത്തിലേക്ക് എത്തുകയുള്ളൂ. ഒരു മതഭരണം എന്ന കോൺസെപ്റ്റ് തന്നെ ഖുർആനിലില്ല. മതം എന്ന ആശയം തന്നെ ഖുർആനിലില്ല. അത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞു. ഏത് വിഭാഗമാവട്ടെ, നന്മ ചെയ്യുന്നവർക്ക് മോക്ഷമുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ ഒരു മതം എന്ന നിലയിലുള്ള ആശയം ഖുർആനിൽ ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഒരു മതത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഖുർആനിൽ ഇല്ല എന്ന് നമ്മൾ ഇന്ന് സലാത്തും സക്കാത്തും ഹജ്ജുമെല്ലാം പുനർവായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു മതകീയ ഭരണകൂടത്തെ പറ്റി നമ്മൾ സംസാരിക്കാൻ സാധിക്കുക? അപ്പോൾ പിന്നെ എന്താണ് അഖീമുസ്സലാത്ത്? എന്ത് ദൈവത്തിന്റെ കൽപ്പനകളാണ് നമ്മൾ പിന്തുടരേണ്ടത്? എന്താണ് നമുക്ക് ഇവിടെ സ്ഥാപിക്കാനുള്ളത്? അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ പോകുന്ന പോക്കുകൊണ്ട് പോയാൽ പോരെ? ഇത് വളരെയധികം അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ പിന്തുടരുക എന്ന് പറയുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള ഒരു വീക്ഷണം തന്നെ ആദ്യം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്ന് നിലവിൽ ലോകത്ത് വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ബഹുദൈവ വിശ്വാസം അതിലൊന്നാണ്. ഇത് പ്രകൃതിയുടെ നിയമങ്ങളെ സംബന്ധിച്ച് പ്രാപഞ്ചിക ശക്തികളെ പറ്റിയുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് ബഹുദൈവ വിശ്വാസങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായ ശക്തികൾക്ക് ദൈവത്തിന്റെ അവസ്ഥയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലതരം ശക്തികളെ ദൈവങ്ങളും ദേവന്മാരുമാക്കിക്കൊണ്ടാണ് ലോകത്തെ ബഹുദൈവ വിശ്വാസം ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ആത്മീയ തലത്തിൽ ദൈവവും മനുഷ്യനും ഒന്നാണെന്ന ഒരു ഏകതയുടെ ആശയമാണ് അദ്വൈതവാദം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അവനവനിൽ ഉള്ളിൽ തന്നെയാണ് ദൈവമെന്ന ഒരു എന്നിൽ തന്നെയാണ് ദൈവം, ഓരോ വ്യക്തികളിലും ദൈവം കുടികൊള്ളുന്നു എന്ന ഒരു ആശയമാണ്, നല്ലൊരു ആശയമാണ് അദ്വൈതവാദം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് ദൈവത്തെ ഒരു വ്യക്തിയുടെ തലത്തിൽ നിന്നോ ഒരു ശക്തിയുടെ തലത്തിൽ നിന്നോ അല്ലാത്ത കുറച്ചുകൂടി ഉന്നതമായ ഒരു തലത്തിലേക്കാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഖുർആനിന്റെ ആശയം അവതരണം. റഹ്മാൻ അയ്യമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുക. ഏത് വിളിച്ചാലും ഏതൊന്നിലേക്ക് വിളിച്ചാലും ഏറ്റവും ഉത്തമമായ ഉന്നതമായ നാമങ്ങൾ അവനുള്ളതാണ്. അപ്പോൾ ദൈവം എന്നത് കാരുണ്യമാണ്, ദൈവം എന്നത് നീതിയാണ്, ദൈവം എന്നത് നന്മയാണ്. ഉന്നതമായ വിശേഷങ്ങളിലൂടെ അല്ലാതെ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിലുള്ള ഒരു വായനയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറയുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക അല്ലാഹു അഹദാണ്, അത് ഒന്നാണ്, ഒരേ ഒന്നേ ഉള്ളൂ, അത് ഏകത്വമാണ്, അത് യുണീക്കാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നല്ല, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെന്നല്ല. ഇത് ഏകാധിപതിയുടെ രാജാവിന്റെ പോലെയാണ് നമ്മളുടെ സമൂഹം ഇന്ന് ദൈവത്തെ കണ്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഏകദൈവ വിശ്വാസികൾ എന്ന് പറയുന്നവർക്കൊക്കെ ഒരു ഏകാധിപത്യ മനോഭാവം ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന, മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവ വിശേഷണം ലോകത്തുള്ള ഏകദൈവ വിശ്വാസികൾ ഉണ്ടാകാൻ കാരണം ദൈവത്തെ ഏകാധിപതിയായ ഒരു രാജാവിനെ പോലെ ഒരു വ്യക്തിയുടെ തലത്തിൽ കാണാൻ വിചാരിച്ചതുകൊണ്ടാണ്. ആ തലം ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഒരു ഏകാധിപത്യ മനോഭാവം ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഖുർആൻ ഉന്നതമായ വിശേഷണങ്ങളിലൂടെ ഒരു എല്ലാ ആളുകൾക്കും ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിനും ഒരൊറ്റ നിയമമാണ്, ഒരൊറ്റ സിസ്റ്റമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു വ്യവസ്ഥിതി ഒന്നേ ഉള്ളൂ. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഒന്നാണ്, ഏകമാണ്. ഇവിടെ രണ്ട് വ്യവസ്ഥിതിയില്ല, ഇവിടെ രണ്ടു തരം നീതിയില്ല, ഇവിടെ രണ്ടു തരം ന്യായമില്ല, രണ്ടു തരം കാരുണ്യമില്ല, ഒന്നേ ഉള്ളൂ. ഈ ഒരു ഏകത്വത്തിലേക്ക് ഇതാണ് ഖുർആനിന്റെ തൗഹീദ് എന്ന് പറയുന്നത്. എല്ലാം ഒന്നാണ്, എല്ലാത്തിനും ഒരൊറ്റ ആശയമാണ് ഉള്ളത് എന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദ്. ഈ തൗഹീദ് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സലാത്തിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് സലാത്ത്, എന്തിനു വേണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഈ ദൈവത്തെ പറ്റിയുള്ള അടിസ്ഥാന ആശയത്തിൽ നിന്നും
അവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ മനുഷ്യ സമൂഹത്തെ പറ്റിയുള്ള വ്യവസ്ഥിതിയെപ്പറ്റി, നിലവിലുള്ള ജീവിത വ്യവസ്ഥകളെപ്പറ്റി, മനുഷ്യ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെപ്പറ്റി കൂടി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ സലാത്ത് എന്താണെന്നും സലാത്ത് എങ്ങനെ സ്ഥാപിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തൗഹീദ് എന്ന ഏകത്വം എന്നതാണ് ഖുർആനിന്റെ എസൻസ് എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിട്ടുള്ള തൗഹീദ് എന്താണ്? ഇന്ന് ലോകത്തെ തൗഹീദ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ജൂത സമൂഹം, ഇവർ വളരെ സങ്കുചിതമായ രൂപത്തിൽ ഞങ്ങൾ മാത്രം രക്ഷപ്പെടുന്നവരാണ്, മറ്റുള്ളവരെല്ലാം പിഴച്ചവരാണ് എന്ന സങ്കുചിത രൂപത്തിലാണ് തൗഹീദിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ ദൈവത്തെ മാത്രം ആരാധിക്കേണ്ടതുള്ളൂ എന്ന ഒരു കേവല ദൈവസങ്കല്പം, ഒരു ഏകാധിപതിയായ രാജാവിനെ പോലെ ദൈവത്തെ കാണുകയും ആ ദൈവത്തെ കുറെ പുകഴ്ത്തി പറഞ്ഞാൽ, ആ ദൈവത്തിന് കുറെ ആരാധനകൾ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന കേവല ദൈവസങ്കല്പത്തിൽ ആണ് ഇന്ന് തൗഹീദിന്റെ ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഉന്നതമായ ആശയം പ്രദാനം ചെയ്യാൻ സാധിക്കാതെ പോയതും. മാത്രമല്ല, ഈ തൗഹീദിന് അർത്ഥം വളരെ സങ്കുചിതമാണ്. നമുക്കറിയാം, ഇപ്പൊ മുസ്ലിം സമൂഹം ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ, അത് ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിയാക്കി കൊണ്ടുനടക്കുകയാണ്. ഇപ്പൊ താടി വെക്കണം, മുസ്ലിങ്ങളെല്ലാം താടി വെക്കണം. അപ്പൊ ഇത് തൗഹീദിന്റെ ഒരു അടയാളമായിട്ട് കൊണ്ടുനടക്കുക, താടി വെക്കുക. അല്ലെങ്കിൽ എല്ലാ ആളുകളും വെള്ള കുപ്പായിടുക, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും പർദ്ദയ്ക്ക് നടക്കുക. ഈ രൂപത്തിൽ തൗഹീദിനെ വളരെ സങ്കുചിതമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് യഥാർത്ഥ തൗഹീദ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പുതിയ വിഷയം അവതരിപ്പിച്ചു. ഒരു സ്വതന്ത്രമായ ചിന്തയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ വായനയുടെ തത്വശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തെ എങ്ങനെ വായിക്കണം, സംഗീതത്തെ എങ്ങനെ വായിക്കണം, മനുഷ്യ സമൂഹത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, ഈ വിഷയത്തോട് അനുബന്ധമായിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച സൗന്ദര്യ ബോധത്തെ പറ്റി ഇവിടെ അവതരിപ്പിച്ചു. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗുണമാണ് സൗന്ദര്യബോധം. മനുഷ്യനെ വളർത്തുന്നതും വികസിപ്പിക്കുന്നതും ഈ സമൂഹം ഉണ്ടാകുന്നതും ഈ സമൂഹത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാകുന്നതും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതും മനുഷ്യന്റെ സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമാണ്. എന്താണ് സൗന്ദര്യബോധം? അത് വൈവിധ്യമാണ്. വ്യത്യസ്തതകളിലൂടെ അല്ലാതെ സൗന്ദര്യബോധം ഉണ്ടാവുകയില്ല. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അത് ഏകത്വമാണെന്ന് പറയുമ്പോൾ, അത് ഒന്നാണെന്ന് പറയുമ്പോൾ ഇവ തമ്മിൽ വിരുദ്ധമല്ലേ എന്നാണ് സംശയം. ഇന്ന് നിലവിലുള്ള ഏകദൈവ വിശ്വാസികളെല്ലാം ഈ വൈവിധ്യത്തെ നിരാകരിക്കുകയും എല്ലാ ആളുകളും ഒരൊറ്റ ഐഡന്റിറ്റിയിലേക്ക്, എല്ലാവരും ഒരു കോമൺ ഡ്രസ് കോഡ്, എല്ലാവരും ഒരു പ്രത്യേക കോലത്തിൽ ഡ്രസ് ചെയ്യുക, എല്ലാവരും ഒരേ രൂപത്തിൽ പ്രാർത്ഥന നടത്തുക, എല്ലാവരും ഒരേ ഭാഷയിൽ പ്രാർത്ഥിക്കുക, എല്ലാവരും ഒരു മക്കത്ത് പോയി ഒരേ സമയത്ത് വട്ടം ചുറ്റുക, അവിടെ ഒരു പ്രത്യേകമായ വസ്ത്രധാരണം നടത്തുക. ഇങ്ങനെ തൗഹീദിനെ ഒരു സങ്കുചിതമായ തലത്തിൽ എത്തുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഗുണം, ഈ പ്രകൃതി നിയമത്തിന് ഏറ്റവും അനുകൂലമായ ഒരു നിയമം, ഈ പ്രകൃതിദത്തമായ ഒരു നിയമം, അത് സൗന്ദര്യമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സൗന്ദര്യത്തിൽ അധിഷ്ഠിതമാണ്. അതിനൊരു പ്രത്യേകമായ റേഷ്യോയുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് ഇല്ലാതെ ഒരു ആറ്റത്തിന്റെ കണികൾ മുതൽ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളടക്കം സഞ്ചരിക്കുന്നതും അത് വിന്യസിച്ചിരിക്കുന്നതും ഓരോ വ്യക്തിയുടെ ശരീരപ്രകൃതി അടക്കം അത് പരസ്പരം ബാലൻസ് ചെയ്ത് പരസ്പരമായ ഒരു താളത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സൗന്ദര്യത്തെ നിരാശീകരിച്ചുകൊണ്ട്, സൗന്ദര്യബോധത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു അടി പോലും മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. വൈവിധ്യം മനുഷ്യന് ആവശ്യമാണ്. വൈവിധ്യമില്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. വൈവിധ്യത്തിലാണ് പൂർണ്ണതയുള്ളത്. ലോകത്ത് വ്യത്യസ്ത സമൂഹങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് കാലാന്തരത്തിൽ സംഭവിക്കുന്നതാണ്. ഈ വൈവിധ്യം സമൂഹത്തിന്റെ ഗുണപരമായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് പല കാരണത്താലും വ്യത്യസ്തനാണ്. വിശ്വാസപരമായി വ്യത്യസ്തനാണ്, ചിന്തയിൽ വ്യത്യസ്തനാണ്, ബുദ്ധിയിൽ വ്യത്യസ്തനാണ്, കഴിവുകൾ വ്യത്യസ്തമാണ്. ഇത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഓരോ വ്യക്തിയും അവന്റെ വസ്ത്രധാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് പരസ്പരം ആകർഷിക്കാനും ഇഷ്ടപ്പെടാനും ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇത് എല്ലാ ആളുകളും ഇവിടെ വെള്ളവസ്ത്രം ഇട്ടിട്ട് നടന്നാലേ ഫസ്റ്റിലൊരു ഇംപ്രഷൻ തോന്നും, പിന്നീട് നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയും. അപ്പോൾ വൈവിധ്യം അത് കളർഫുള്ളാണ്. സൗന്ദര്യമാണ് മനുഷ്യനെ എല്ലാ കാലത്തും മുന്നോട്ട് നയിക്കുന്നത്. മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ സൗന്ദര്യബോധം വളരെ അത്യന്താവശ്യമാണ്. ഈ സൗന്ദര്യത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതേ സമയത്ത് സൗന്ദര്യം അത് ഏകത്വത്തിനെ നിരാകരിക്കുന്നില്ല, അത് വൈവിധ്യമാണ്. ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഈ തൗഹീദ് എന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് സൗന്ദര്യശാസ്ത്രവും മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഗതിയാണ്.
ഇപ്പൊ പർദ്ദത്തിൽ നടക്കുക എന്നതൊക്കെ അത് ഐഡന്റിറ്റി ആയി കൊണ്ടുനടക്കുക. ഇത് മനുഷ്യന്റെ ക്രിയാത്മകതയെ വളരെയധികം തകർക്കുന്നു. മനുഷ്യന് ക്രിയാത്മകമായി ചിന്തിക്കണമെങ്കിൽ സൗന്ദര്യബോധം ആവശ്യമാണ്. നമുക്കറിയാം, ഓരോ വ്യക്തിയുടെ ഡ്രസ് കോഡുകൾ, പലതരം വസ്ത്രങ്ങൾ, പല രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ്? വ്യത്യസ്തമായ കളറുകൾ, ഇതൊക്കെ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളിൽ ഒരു നാനാത്വത്തിൽ ഏകത്വമുണ്ട്. ഇപ്പൊ സൂര്യപ്രകാശം എടുക്കാതെ വെള്ളയാണ്. വെള്ള കൂടിയുള്ള സൂര്യപ്രകാശത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് കാണുന്നത്? വ്യത്യസ്തമായ കളറുകൾ. ഈ വ്യത്യസ്തമായ രൂപങ്ങളും മോഡലുകളും ഒക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മളെ കാണുന്ന ആ പ്ലാറ്റ്ഫോം എന്ന ആ ലൈറ്റ് വെള്ളമായിരിക്കണം. അത് മഞ്ഞയായി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ മഞ്ഞയായി മാറും. എന്നാൽ ഈ സൂര്യപ്രകാശം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഒരുപാട് കളറുകൾ കൂടിച്ചേർന്നാണ്. അതിപ്പോ 7 വർണ്ണങ്ങളിൽ നമ്മൾ പറയും, 7 ഒന്നുമല്ല, അത് അതിന്റെ ഡെൻസിറ്റി, അതിന്റെ ആ രൂപം, ഒരുപാട് കളറുകൾ. അത് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ 7 കളർ. അത് ഒന്നുകൂടി ചുരുക്കി കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 കളറിൽ നിന്നാണ് എല്ലാ കളറുകളും ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ചുവപ്പും മഞ്ഞയും വെള്ളയും പച്ചയും എല്ലാം കൂടി ചേർന്നിട്ടാണ് വെള്ള ഉണ്ടാകുന്നത് എന്നതുപോലെ ഈ വൈവിധ്യങ്ങളിലൂടെയാണ് ഏകത്വം ഉണ്ടാകുന്നത്. ഈ വൈവിധ്യമില്ലെങ്കിൽ ഏകത്വമില്ല. വൈവിധ്യം ഉള്ളത് കൊണ്ടാണ് ഏകത്വമുള്ളത്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് സൗന്ദര്യബോധത്തിന് എതിരല്ല, അത് പരസ്പര പൂരകമാണ്, പരസ്പര വൈവിധ്യമല്ല. ഇത് വളരെ ബേസിക്കലായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തോളം കാലം നമുക്ക് ഈ സൗന്ദര്യബോധത്തിന് എതിരെ നിന്നുകൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിന്റെ അടയാളങ്ങളാണ് ലോകത്ത് മുസ്ലിം സമൂഹത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നാനാത്വത്തിലുള്ള ഏകത്വം എന്നത് വളരെയധികം വിശാലമായ അർത്ഥത്തിൽ അത് വ്യത്യസ്ത മതവിഭാഗങ്ങളെയും വ്യത്യസ്ത വിശ്വാസങ്ങളെയും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം ആ വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാം ഒന്നാണ്. ഇവിടെ യുനീക്കാണ്, അല്ലാഹു അഹദാണ്, ഇവിടെ ഒരൊറ്റ സിസ്റ്റമേ ഉള്ളൂ എന്ന ആശയത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഈ രൂപത്തിൽ നമ്മൾ ഖുർആനിന്റെ ആശയങ്ങളും ഈ പ്രകൃതി നിയമങ്ങളെയും ഒന്നായിട്ട് കണ്ടുകൊണ്ട് ഒരു വായനയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത് എന്താണ് ഇവിടെ അഖീമുസ്സലാത്ത്, എന്താണ് ഇവിടെ നടപ്പിലാക്കാൻ ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. അത് സംശയം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ സമൂഹം എന്താണെന്നും സാമൂഹിക വ്യവസ്ഥിതിയെ പറ്റിയുമുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളിവിടെ മുമ്പ് അവതരിപ്പിച്ചു ഓണാഘോഷങ്ങളും അതുപോലുള്ള ആഘോഷങ്ങളെ സംബന്ധിച്ച് അറബ് സമ്പ്രദായം ഉണ്ടായതിനെ പറ്റി. ഇതൊക്കെ കാലകാലങ്ങളിൽ ഓരോ സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ലോകത്തുള്ള വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇപ്പൊ സോമാലിയിലുള്ള ആളുകൾ, സോമാലിയക്കാർ എന്തുകൊണ്ടാണ് അവിടെ വരുന്ന കപ്പലുകളൊക്കെ ആക്രമിച്ച് കീഴക്കുന്നത്? അവിടെയുള്ളവർ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരല്ലേ? എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലുള്ള ആളുകളുടെ പെരുമാറ്റം ഇന്ത്യയുടെ കേരളത്തിലുള്ള ആളുകളുടെ പെരുമാറ്റം പോലെ ആകാത്തത്? അവിടെയുള്ളവരും ഇവിടെയുള്ളവരും മനുഷ്യന്മാർ തന്നെയല്ലേ? അപ്പോൾ ഏതൊരു സമൂഹവും ഏതൊരു വ്യക്തിയും ആ സമൂഹത്തിന്റെ സൃഷ്ടിയാണ്. ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. എത്ര തന്നെ കഴിവുകളും കഴിവുകേടുകളും ഉണ്ടെങ്കിൽ പോലും ഒരു സമൂഹം ആ വ്യവസ്ഥിതിയുടെ ഉള്ളിൽ ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ മൗൾഡ് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വളർത്തുന്നതും വികസിപ്പിക്കുന്നതും ആ സമൂഹത്തിന്റെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ടാണ്, ആ സമൂഹത്തിന്റെ ഒരു മൗൾഡിങ്ങിൽ നിന്നുകൊണ്ടാണ് നമ്മുടെയൊക്കെ ശൈലികൾ, പെരുമാറ്റ ശീലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ മുന്നിലിരിക്കുന്ന ആളുകളെല്ലാം കുപ്പായം ഇടുന്ന ബട്ടണ്, ഇത് അറബികൾ ഇടുന്ന ബട്ടൺ പോലെയല്ല. ഇത് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫോമാണ്. ഇത് ഓരോ വിഷയത്തിലും ആളുകളുടെ പെരുമാറ്റ ശൈലികളിൽ അടക്കം ഇത്തരം രൂപങ്ങളുള്ള നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ കടപ്പുറം ഉള്ള ആളുകളുടെ സ്വഭാവ വിശേഷണങ്ങൾ, അതുപോലെ മലഞ്ചേരികളിൽ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവ വിശേഷണങ്ങൾ, ഇതെല്ലാം മാറുന്നത് ആ സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഒരു ശീലങ്ങളിലൂടെയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിലൊരു തിരുട്ട് ഗ്രാമം എന്നൊരു ഗ്രാമം തന്നെയുണ്ട്. അവിടെയുള്ള ആളുകള് കേരളത്തിലും ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് കട്ടുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് സുന്ദരമായി ചെയ്യുന്നു. അതേസമയത്ത് ആ സമൂഹം അവരത് കളവ് തെറ്റായിട്ട് കാണുന്നില്ല. അവർ പരസ്പരം അതിന് സഹകരിക്കുന്നവരാണ്. എന്നാൽ അതേ സമയത്ത് അവർ പരസ്പരം കളവ് നടത്തുകയുമില്ല. ഇത് ആ സമൂഹത്തിലുണ്ടായ ഒരു കാഴ്ചപ്പാട് രൂപം കൊണ്ടതിന്റെ ഫലമാണ്. ഇത് തന്നെയാണ് സോമാലിയുടെ സ്ഥിതി.
ഇത് സമൂഹത്തിൽ നരഭോജികളുടെ സമൂഹങ്ങളുണ്ട്. പഴയകാലത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആന്തമാനിൽ ഉണ്ട് എന്ന് പറയുന്നു കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നരഭോജികൾ എന്ന സമൂഹം ഉണ്ടായത്? ഈ നരഭോജികൾ എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ അവർ പരസ്പരം വെട്ടിക്കൊല്ലാറില്ല. മറ്റൊരു ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവര് അമ്പയിച്ചിട്ടോ മറ്റോ ആക്രമിച്ചിട്ട് അവര് കൊന്നു തിന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരെ ശത്രുക്കളോട്ട് പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ തോൽക്കുന്ന ആളുകളെ അവർ കൊന്നു ഭക്ഷിക്കും. ഇതാ സമൂഹം രൂപം കൊണ്ട ഒരു വ്യവസ്ഥിതിയെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ലോകത്തുള്ള ഏതൊരു വ്യവസ്ഥിതിയിൽ ഏത് സമൂഹവും രൂപം കൊള്ളുന്നത് ആ വ്യവസ്ഥിതിയെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ആ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന് പുറത്തു കടക്കാൻ വ്യക്തികൾക്ക് സാധിക്കുകയില്ല. പുറത്തു നിന്നുള്ള ഒരു ആശയം അവിടേക്ക് കിട്ടുന്നത് വരെ. ഒരു പുറത്തുനിന്നൊരു ആശയം കിട്ടാതെ ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ ബൗണ്ട് ചെയ്യപ്പെട്ട ഒരു ശീലങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തിനും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല. ആദിവാസി സമൂഹങ്ങൾ അവരുടെ ശീലങ്ങൾ തുടർന്നു പോകുന്നത് പുറത്തുനിന്നുള്ള ആശയങ്ങൾ അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. ഏത് സമൂഹവും അവരുടെ ശീലങ്ങളിൽ തുടർന്നു പോകുന്നത് പുറത്തുനിന്നുള്ള ആശയങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ്. ആ സമൂഹത്തിൽ നിന്ന് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പുറത്തുനിന്ന് നല്ല ആശയങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിൽ ഇവിടെ ഭൂപരിഷ്കരണ നിയമം അടക്കമുള്ള വിപ്ലവങ്ങൾ നടന്നത് കമ്മ്യൂണിസം പോലുള്ള ആശയങ്ങൾ പുറത്തുനിന്ന് ഇവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം, താഴ്ന്ന ജാതിക്കാർ ഇപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വിപ്ലവങ്ങൾ നടത്തുന്ന ആളുകളെ പറ്റി നമ്മൾ പഠിച്ചാൽ അതൊക്കെ ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ്. ഇപ്പൊ ഇന്ത്യയിൽ നെഹ്റുവിനെ പോലുള്ള ആളുകള്, EMS പോലുള്ള ആളുകള് വിപ്ലവം പുറത്തു നിന്ന് ആശയങ്ങൾ ലഭിച്ച് വിദ്യാഭ്യാസം നേടിയത് കൊണ്ടാണ്. ഇപ്പൊ അംബേദ്കറിനെ നമ്മൾ എടുക്കാം. അംബേദ്കർ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട് വളർന്നു വന്നതാണ്. അങ്ങനെ താഴ്ന്ന ജാതിയിൽ വളർന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർന്ന വിപ്ലവ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടായി. എന്തുകൊണ്ടാണ് അംബേദ്കർക്ക് അത് സാധിച്ചത്? അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ സാധിച്ചു. ഇംഗ്ലണ്ടിൽ പോയി വിദ്യാഭ്യാസം നേടുകയും അങ്ങനെ ആ വിദ്യാഭ്യാസത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര ബോധമുണ്ടാകുകയും മറ്റുള്ള ആളുകൾ താഴേക്കിടയിലുള്ളവർ മേലേക്കിടയിൽ എന്ന രൂപത്തിലല്ലാതെ ഒരേപോലെ അവിടെയുള്ള ആളുകൾ അംബേദ്കറോട് പെരുമാറുകയും അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തനിക്കും അർഹതയുണ്ട്, തന്റെ സമൂഹത്തിനും അർഹതയുണ്ട് എന്ന് അംബേദ്കർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ആ സമൂഹത്തിൽ ഈ ആശയങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഏത് സമൂഹവും രൂപം കൊള്ളുന്നത് ആ സമൂഹത്തിന്റെ വ്യവസ്ഥയെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. പുറത്തു നിന്നുള്ള ഒരു ആശയം അവിടേക്ക് എത്താതെ ഒരു സമൂഹത്തിനും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ ന്യൂട്ടന്റെ ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബാഹ്യതലത്തിന്റെ പ്രേരണയില്ലെങ്കിൽ സ്ഥിരാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും ഒരേ വേഗതയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന വസ്തു അതേ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ആശയമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കൽ ആവശ്യമാണ്. വ്യക്തികൾ സ്വയം സംസ്കരിച്ച ശേഷം സമൂഹം ഉണ്ടായിക്കൊള്ളും. സമൂഹം അങ്ങനെ സംസ്കരിക്കപ്പെടും എന്ന ആശയം, ഇപ്പൊ അദ്വൈതവാദത്തിന്റെ ആശയം അത് പരിപൂർണമായി സത്യമല്ല. പല കാര്യങ്ങളിലും അത് അശാസ്ത്രീയമാണ്. അങ്ങനെ വ്യക്തികൾ സ്വയം സംസ്കരിക്കുമെങ്കിൽ എന്തുകൊണ്ട് സോമാലിയക്കാർ സംസ്കരിക്കാൻ സാധിക്കുന്നില്ല? അങ്ങനെ വ്യക്തികൾ സ്വയം സംസ്കരിക്കുമെങ്കിൽ എന്തുകൊണ്ട് ആദിവാസികൾക്ക് സ്വയം സംസ്കരിച്ച് അവർക്കൊരു മെയിൻസ്ട്രീമിൽ എത്താൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് താഴെക്കിടയിലുള്ള ജാതിക്കാർക്ക്, താഴ്ന്ന വിഭാഗക്കാർക്ക് സ്വയം അവരുടെ ചൂഷണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല? അങ്ങനെ സ്വയം സംസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല? അപ്പോൾ ലോകത്ത് ഏതൊരു സമൂഹവും ആ സമൂഹത്തിന്റെ വ്യവസ്ഥിതികളുടെ ഉള്ളിൽ ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ ബൗണ്ട് ചെയ്യപ്പെട്ട ഈ വ്യവസ്ഥിതിയിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കണമെങ്കിൽ പുറത്തു നിന്ന് നല്ല ആശയങ്ങൾ അവിടേക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ഒരു ആശയം ഏത് സമൂഹത്തിലും അനീതിയും അക്രമവും ഉണ്ടെങ്കിൽ, ഏത് സമൂഹത്തിലും അന്യായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരണം. നീതിന്യായത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു സിസ്റ്റം കൊണ്ടുവരാതെ അത് തനിയെ അവിടെ നിന്ന് ആ വ്യവസ്ഥ ഇല്ലാതാവുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന ശേഷം അവരെ സംസ്കരിക്കുക. അങ്ങനെ സംസ്കരിച്ചെടുക്കുമ്പോൾ അത് ഉന്നതമായ സമൂഹമാവും. ഈ രൂപത്തിലാണ് അഖീമസലാത്ത് ആത്മസക്കാത്ത് എന്ന് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ആത്മസക്കാത്ത് ആദ്യം പറഞ്ഞില്ല, പിന്നീട് അഖീമസലാത്ത് പറഞ്ഞില്ല? ആദ്യം സ്വയം മനുഷ്യന്മാരൊക്കെ സംസ്കരിച്ചുകൊള്ളും, എന്നിട്ട് സമൂഹം നന്നായിക്കൊള്ളും. വ്യക്തി നന്നായ സമൂഹം നന്നായി എന്ന് പറയുന്ന ആശയം ഇന്ന് ലോകത്തെല്ലായിടത്തുമുണ്ട്. പക്ഷെ എങ്ങനെ വ്യക്തികൾ നന്നാകും? ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ എങ്ങനെ, എന്ത് സംസ്കാരമാണ് അവർക്ക് ഉണ്ടാവേണ്ടത്? അല്ലെങ്കിൽ ഒരു താഴെക്കിടയിലുള്ള സമൂഹത്തിൽ, ഒരു ചെളിക്കുണ്ടിൽ ജീവിക്കുന്ന, ഏരികളിൽ ജീവിക്കുന്ന സമൂഹത്തിന് എന്ത് സംസ്കരണമാണ് അവരുണ്ടാകുക? എങ്ങനെയാണ് അവർ സ്വയം സംസ്കരിക്കുക? അപ്പോൾ പുറത്തു നിന്നൊരു ആശയം
അവരെ സംസ്കരിക്കേണ്ട ഒരു ആശയം അവരിലേക്ക് അവതരിപ്പിക്കപ്പെടണം. ഒരു വ്യവസ്ഥിതി ഇവിടെ കൊണ്ടുവരണം. ഈ വ്യവസ്ഥിതി കൊണ്ടുവരാതെ സ്വയം സമൂഹം സംസ്കരിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് അഹിംസലാത്ത് ഈ സംസ്കരിക്കാനുള്ള ഈ പദ്ധതി, ഒരു വ്യവസ്ഥിതിയെ ഇവിടെ കൊണ്ടുവരിക. അത് പരസ്പരം വിരുദ്ധമല്ല, അത് വൈവിധ്യത്തിന് വൈവിധ്യമല്ല. ആ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഈ പ്രകൃതി നിയമത്തിന് അനുകൂലമായ വ്യവസ്ഥിതി തന്നെയാണ്. ദൈവത്തിന്റെ നിയമം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അല്ലെ ദൈവിക കൽപ്പനകളെ പിന്തുടരുകയും അത് നടപ്പാക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവം എന്ന വ്യക്തി അവിടെ നിന്ന് കൽപ്പിക്കുക എന്നല്ല. അത് ഈ പ്രകൃതിയുടെ നിയമത്തിന് വ്യവസ്ഥയ്ക്കും വിധേയമാണ്. പ്രകൃതി നിയമങ്ങളും ദൈവിക നിയമങ്ങളും വ്യത്യസ്തമല്ല, അത് ഒന്നാണ്. അത് തൗഹീദ് എന്ന് പറയുന്നത് ഈ വ്യവസ്ഥിതിയുടെ പൂർണ്ണതയാണ്. അതേ സമയത്ത് ഈ തൗഹീദ് എന്നത് ഈ പരിപൂർണത എന്ന് ഉൾക്കൊള്ളുന്നതോടൊപ്പം അത് വൈവിധ്യപൂർണമാണ്. ഈ പ്രകൃതി നിയമങ്ങളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വിവിധമായ സൗന്ദര്യാത്മകമായ ചിന്തകൾ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. തൗഹീദ് ഈ പൂർത്തീകരണമാണ്. അത് സൂര്യപ്രകാശം പോലെ. സൂര്യപ്രകാശം തൗഹീദാണെങ്കിൽ അതിന്റെ വർണ്ണങ്ങൾ, അതിന്റെ വൈവിധ്യങ്ങൾ, അതിന്റെ സൗന്ദര്യമാണ്. ആ വർണ്ണങ്ങളുടെ കൂടിച്ചേരലിലൂടെ മാത്രമേ സൂര്യപ്രകാശം എന്ന വെള്ളം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ ഒരു വ്യവസ്ഥിതിയെ ഇവിടെ കൊണ്ടുവരിക എന്നതാണ് അഹിംസലാത്ത്. ഇത് ഇവിടെ ഇന്ന് എങ്ങനെ പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കും? ഏത് രൂപത്തിൽ ഇത് ചിന്തിക്കേണ്ടതുണ്ട്? നമ്മൾ സാമൂഹികമായ വിഷയങ്ങളെ ഇത്തരം ഈ ആശയവുമായി കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ സൂചന നൽകി നമ്മുടെ കുടുംബ സങ്കല്പങ്ങളെ സംബന്ധിച്ച്. നമുക്കറിയാം, ഇന്ന് കുടുംബം എന്ന് പറയുന്നത്, പഴയ കാലത്തെ കുടുംബം എന്ന് പറഞ്ഞാല് കൃഷിയെ അധിഷ്ഠിതമായ സമൂഹങ്ങളാണ് പഴയ കാലത്ത് ലോകത്തിൽ നിലവിൽ നിന്നിരുന്നത്. അപ്പൊ കൃഷി അധിഷ്ഠിതമായ സമൂഹം എന്ന് പറയുമ്പോൾ അത് ജന്മിത്തമുണ്ടാകും, ജന്മിത്തമില്ലാത്ത സമൂഹങ്ങളുണ്ടാകാം. ഏതുമാവട്ടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ വീട്ടിലെ മുതിർന്ന ആളുകളുടെ കയ്യിലുള്ള ഭൂമി, ആ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടാണ് ആ സമൂഹത്തിന്റെ നിലനിൽപ്പ്. ഇത് പരസ്പരം ആശ്രിതത്വം ഉണ്ടാക്കിയിരുന്നു. ഒരു നാട്ടിലുള്ള ആ കുടുംബത്തിലെ അംഗങ്ങളും അവരുടെ അയൽവാസികളും തമ്മിൽ പരസ്പര ആശ്രിതത്തിന്റെ ഒരു അടയാളമായിരുന്നു കൃഷി അധിഷ്ഠിതമായ സമൂഹ വ്യവസ്ഥ. അതേസമയത്ത് ഈ കുടുംബ വ്യവസ്ഥയിൽ തകരുകയും, അത് ലോകത്തെ പല കാരണങ്ങളാൽ, വ്യവസായ വിപ്ലവവും മറ്റു പല കാരണങ്ങളാൽ ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നുകൊണ്ട് അണുകുടുംബത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതോടുകൂടി തന്നെ മുമ്പ് 10-15 കുട്ടികളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 2-3 കുട്ടികളാണ് ഓരോ വ്യക്തികൾക്കുള്ളത്. അപ്പോൾ കൂട്ടുകുടുംബം മാറി അണുകുടുംബം മാറുകയും അത് അണുകുടുംബത്തിൽ നിന്ന് വീണ്ടും അതിന്റെ എണ്ണത്തിൽ ചുരുളുണ്ടാവുകയും ചെയ്തപ്പോൾ ഒരു വീടിന്റെ അംഗങ്ങളുടെ എണ്ണം 3, 4, 5 മാക്സിമം 5-ലെത്തി. ഇത് എത്തിയോടുകൂടി തന്നെ കാർഷിക വ്യവസ്ഥ തകർന്നതോടുകൂടി, അഥവാ കാർഷികതയിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥ ഇല്ലാതായതോടുകൂടി അയൽവാസികളും അകന്ന കുടുംബങ്ങളും തമ്മിലുള്ള പരസ്പര ആശ്രിതത്വം ഇല്ലാതായി. അതൊരിക്കൽ ഒരു കുടുംബത്തിനെ ആശ്രയിക്കാൻ അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകൾ ആവശ്യമില്ല എന്നത് സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ മാറി മാറി നിൽക്കുന്ന അവസ്ഥ. അവരെല്ലാം വ്യത്യസ്ത കുടുംബങ്ങളായി പരിണമിച്ചു. ഇതോടുകൂടി തന്നെ ഒരു വലിയ മാറ്റം കൂടി ലോകത്തിൽ ഇന്ന് സംഭവിച്ചു. അതാണ് മൈഗ്രേഷൻ എന്ന രൂപത്തിൽ. ജോലി തേടി വിദേശത്ത് പോവുക എന്ന ഒരു സംഭവം അത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായും അല്ലാതെയും ഇന്ന് ലോകത്തിൽ സർവ്വവ്യാപകമാണ്. മൈഗ്രേഷൻ ഇല്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല. മാത്രമല്ല, മനുഷ്യന്റെ വളർച്ചയ്ക്കും വികാസത്തിനും മൈഗ്രേഷൻ ആവശ്യമാണ്. ഓരോ വ്യക്തിക്ക് അവന്റെ സ്വാതന്ത്ര്യം നിലനിർത്താനും ഇഷ്ടമുള്ള ജോലി സ്വീകരിക്കാനും ഇഷ്ടമുള്ള ആശയങ്ങൾ തേടിപ്പിടിക്കാനും വ്യത്യസ്തമായ സ്ഥലത്തേക്ക് ജോലിക്കും മറ്റും യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇത് കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഗൾഫിലും അമേരിക്കയിലും മറ്റുമൊക്കെ ഫാമിലിയോടുകൂടി അവിടെ ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് അംഗങ്ങൾ ജീവിക്കുന്നു. അത് പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമാണ്. മൈഗ്രേഷൻ അത്യന്താപേക്ഷിതമാണ്. അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. അല്ലാതെ ഇവിടെ ലോകത്തുള്ളവരെല്ലാം അവരവരുടെ നാട്ടിൽ അവരവരുടെ മഹലിലെ അട്ടയപ്പോൾ അള്ളിപ്പിടിച്ച് നിൽക്കണം എന്നത് അശാസ്ത്രീയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അണുകുടുംബമാവുകയും ആ അണുകുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ വളരെയധികം തിരിയുകയും അതോടുകൂടി മൈഗ്രേഷൻ സംഭവിക്കുകയും ചെയ്തപ്പോൾ, ഇതെല്ലാം ഒരുമിച്ച് ഒരു 10-15 വർഷത്തിനുള്ളിൽ ഒരുമിച്ച് സംഭവിച്ചപ്പോൾ കൃഷിയെ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറുകയും അണുകുടുംബമാവുകയും ആ അണുകുടുംബത്തിലെ അംഗങ്ങൾ വളരെ ചുരുങ്ങുകയും അതോടുകൂടി മൈഗ്രേഷൻ സംഭവിക്കുകയും ചെയ്തപ്പോൾ, ഇത്തരം 3-4 കാരണങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ പല കുടുംബങ്ങളിലും അംഗങ്ങൾ വൃദ്ധന്മാർ മാത്രമായി കൊണ്ടിരിക്കുകയാണ്.
വീട്ടിൽ വൃദ്ധന്മാർ വയസ്സന്മാർ മാത്രമുള്ള ഒരുപാട് ഫാമിലികൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഈ വയസ്സന്മാരെ ഇവരുടെ ഒറ്റപ്പെടലിന് മാർഗം എന്താണ് എന്ന് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നില്ല. ഏറ്റവും എളുപ്പമുള്ള വഴി വൃദ്ധസ്ഥലത്തിലാക്കുകയാണ്. പല ആളുകളും ചെയ്യുന്നത് വൃദ്ധസ്ഥലത്തിലേക്ക് ഈ വയസ്സന്മാരെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ സാമൂഹിക വിപത്താണ്. എങ്ങനെ ഈ വിപത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റ് പല വൃദ്ധസ്ഥാനത്തിൽ എത്താത്ത പല കുടുംബങ്ങളിലും വയസ്സന്മാർ ഒറ്റപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്വത്തുണ്ടായിരിക്കാം, ഏക്കറക്കണക്കിന് ഭൂമി ഉണ്ടായിരിക്കാം, അവരുടെ മക്കൾ 1, 2, 3 മക്കളായിരിക്കും. അവർ ഒരാൾ അമേരിക്കയിലായിരിക്കാം, ഒരാൾ ലണ്ടനിലായിരിക്കാം, ഒരാൾ ദുബായിലായിരിക്കാം, എവിടെ ആവട്ടെ അവരവരുടെ ഫാമിലിയായി ജീവിക്കുന്നു. ഇവരിവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ഇഷ്ടംപോലെ പണം ഉണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബ സങ്കല്പത്തിന്റെ ഒരു വലിയ വികലമായ കാരണങ്ങളാണ് ഈ രൂപത്തിൽ പ്രായമായ ഒരുപാട് സമ്പത്തുണ്ടായിട്ടും സംരക്ഷിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇതിന് നമുക്ക് മൈഗ്രേഷൻ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അണുകുടുംബങ്ങളെ കൂട്ടുകുടുംബമാക്കി മാറ്റാൻ സാധിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടണം സാധിച്ചോളണമെന്നില്ല. പിന്നെ എന്ത് സാധിക്കും? ഇവിടെ നമ്മൾ ഈ ജീവിത വീക്ഷണത്തെപ്പറ്റി, കുടുംബ സങ്കല്പങ്ങളെ പറ്റിയുള്ള പുനർവായന നടത്തേണ്ടി വരും. നമുക്കറിയാം, നമ്മളൊക്കെ ഓരോ വ്യക്തികളെ സമ്പാദിച്ച് കൂട്ടുന്നത് മുഴുവനും സ്വന്തം 2, 3 മക്കൾക്ക് വേണ്ടി മാത്രമാണ്. തന്റെ കുടുംബം എന്ന് പറഞ്ഞ എന്റെ 2, 3 കുട്ടികളും എന്റെ ഭാര്യയും, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ലാതെ ഇവർക്ക് വേണ്ടി മാത്രം സമ്പാദിച്ചു കൂട്ടുകയും, എന്നാൽ ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? അവർ അമേരിക്കയിലായിരിക്കും, ലണ്ടനിലായിരിക്കാം. അപ്പോൾ ഈ പ്രായമായ ആളുകളെല്ലാം ഇവിടെ സ്വത്തിന്റെ കാവൽക്കാരായി അധപതിച്ചിരിക്കുകയാണ്. ഇവരുടെ പണി സ്വത്തിന്റെ കാവലിൽ നിൽക്കുക. മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്ത് അവരെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം, അതിന് സ്വത്തിന് കാവൽ നിൽക്കുന്ന കാവലാളുകൾ മാത്രമായിക്കൊണ്ട് പല അച്ഛനമ്മമാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുടുംബം എന്ന സങ്കല്പം അത് എന്താണ്? യഥാർത്ഥത്തിൽ പഴയ കാലത്തെ കുടുംബ സങ്കല്പം എന്നാണ് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഒരു കുടുംബം, ഒരുമിച്ച് പെരുമാറുന്നവരാണ് ഒരു കുടുംബം, ഒരുമിച്ച് നടക്കുന്നവരാണ് ഒരു കുടുംബം. അപ്പോൾ എന്റെ കമ്പനി സ്വത്ത് എന്റെ 2 മക്കൾക്ക് വേണ്ടിയോ 3 മക്കൾക്ക് വേണ്ടിയോ ഉള്ളതാണ് എന്ന രൂപത്തിൽ ആ സ്വത്ത് മുഴുവൻ അവിടെ അവർക്ക് വേണ്ടി ഇവിടെ കാവൽ നിൽക്കുകയും, ഒരു അറ്റാക്ക് വന്നാൽ, ഒരു അസുഖം വന്നാൽ, എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ, നമ്മുടെ അയൽവാസികളെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന മനോഭാവത്തിലാണ്. അവരെല്ലാം നമ്മുടെ ശത്രുതാ മനോഭാവത്തിലൂടെ, അതുപോലെ അകന്ന ബന്ധുക്കളെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. എന്റെ മിത്രങ്ങൾ എന്ന് പറഞ്ഞ ഈ 2, 3 കുട്ടികളും അവരുടെ പേരക്കുട്ടികളും മാത്രമേ ഉള്ളൂ എന്ന സങ്കല്പം ഇത് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ഒരു സമൂഹം ഒരുമിച്ച് എവിടെ ജീവിക്കുന്ന ആ സമൂഹത്തിൽ അവിടെയുള്ള സമൂഹമാണ് അവരുടെ കുടുംബമെന്നോ, അങ്ങ് അകലെയുള്ള അമേരിക്കയിലും ലണ്ടനിലുള്ള എന്റെ 2 മക്കൾ കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ മരണസമയത്തോ ഒന്ന് വന്ന് പോകുന്നവനല്ല എന്റെ കുടുംബം എന്നാണ്. ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഒരു കുടുംബമെന്ന പുതിയ കാഴ്ചപ്പാടിലേക്ക് ഈ ലോകം മാറിയില്ലെങ്കിൽ ഒരുപാട് വയസ്സന്മാർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ സ്വത്ത് സമ്പാദിക്കുന്ന മുഴുവനും അത് സ്വന്തം അയൽവാസിയോട് തിരക്ക് കൂടിയിട്ടോ അവനെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ തന്റെ അകന്ന ബന്ധുക്കളോട് ശത്രുത ഉണ്ടാക്കിയിട്ടോ മാത്രം അവരെല്ലാം ശത്രുക്കളായി കണ്ടുകൊണ്ട് മാത്രമുള്ള നിലവിലുള്ള കുടുംബ സങ്കല്പം മാറ്റിമറിക്കേണ്ടതുണ്ട്. അയലത്തെ ബന്ധുവിനേക്കാളും അകലത്തെ ബന്ധുവിനേക്കാളും അയലത്തെ ശത്രുവാണ് നല്ലതെന്നാണ് പഴയ ചൊല്ല്. ഈ അയലത്തെ ശത്രു എന്ന് പറയുന്നതിന് അയലത്തുകാരൻ ശത്രുവാണ് എന്ന മനോഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അയലത്തുകാരൻ ശത്രുവല്ല എന്ന അവർ തന്റെ കുടുംബമാണ്, ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഒരു കുടുംബമെന്ന, ഒരുമിച്ച് പെരുമാറുന്നവരാണ് ഒരു കുടുംബമെന്ന പുതിയ സങ്കല്പത്തിൽ എത്തുമ്പോൾ അനാവശ്യമായ ഒരുപാട് പൊങ്ങച്ചങ്ങൾ നമ്മളിൽ ഇല്ലാതാകുന്നു. ഇന്നിപ്പോ നമുക്കറിയാം, വീടുണ്ടാക്കാനും മറ്റുമൊക്കെ ഈ പൊങ്ങച്ചം കാണിക്കുന്നത് 4, 5 ബെഡ്റൂമുള്ള വലിയ വീടുണ്ടാക്കുന്നത് അങ്ങ് ലണ്ടനിൽ താമസിക്കുന്ന മോനക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ മോനൊരു കാലത്തും ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്തിനാണ് വീടുണ്ടാക്കുന്നത്? അത് അയലത്തുള്ളവന്റെ മുന്നിൽ ഞങ്ങൾ വലിയതാണെന്ന് കാണിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ ഒരുപാട് പൊങ്ങച്ചങ്ങൾ കാണിക്കുന്ന, ഒരുപാട് ദൂരത്ത് കാണിക്കുന്ന വ്യവസ്ഥയെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവർ ഒരു കുടുംബമെന്ന പുതിയ സങ്കല്പത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവനും തന്റെ 2 മക്കൾക്കോ 3 മക്കൾക്ക് വേണ്ടിയാണ് എന്ന രൂപത്തിൽ അത് മുഴുവൻ സ്വത്തിന് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല. തന്നെ ആവശ്യത്തിന് സഹായിക്കുന്ന തന്റെ ചുറ്റുപാടുള്ള ആളുകളുമായി അവർക്ക് കൂടി അത് ഷെയർ ചെയ്യുവാനും അവരെ പരസ്പരം ഒരു കോൺട്രാക്റ്റിലെത്തുവാനും പരസ്പരം ഒരു സഹകരിക്കുന്ന ഒരു ജീവിത സംസ്കാരം എത്തുകയാണെങ്കിൽ ഇന്ന് പ്രായമായി ഒറ്റപ്പെടുന്ന ആളുകൾക്ക് ആ ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലൊരു പുനർവായനയുടെ ആവശ്യമാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാകും.
ഇതിന്റെ അർത്ഥം പെട്ടെന്ന് ഒരു ദിവസം അയൽവാസിനെ കൂട്ടിയിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നല്ല. ഇതൊരു സാമൂഹികമായ ഒരു സംസ്കാരമായി മാറണം. അപ്പോൾ മാത്രമേ അതിനോട് ബന്ധപ്പെട്ട ചൂഷണങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. ഒരു സമൂഹം അവരുടെ കുടുംബ സങ്കല്പം നിലവിലുള്ള അകലത്തെ ബന്ധു എന്ന സങ്കല്പം മാറി അയലത്തെ ബന്ധു എന്ന സങ്കല്പത്തിലേക്ക്, ഒരുമിച്ച് ജീവിക്കുന്നത് കുടുംബം എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതൊരു സമൂഹത്തിന്റെ സംസ്കാരമായി മാറുകയാണെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരുപാട് വയസ്സന്മാർക്ക് അത് ഗുണകരമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ അഖീമുസ്സലാത്ത് എന്നത് കുറച്ച് വിശാലമായ അർത്ഥത്തിൽ പ്രകൃതിയാൽ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതിയെ കൊണ്ടുവരലാണെന്നും, ഒരു സമൂഹത്തിൽ ഒരു വ്യവസ്ഥിതി കൊണ്ടുവന്നാൽ മാത്രമേ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ ഒരു പുനർവായന ആവശ്യമാണ്. ഞാൻ ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുണ്ടാകും, വ്യക്തമാകാത്തതുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ മാത്രം അഭിപ്രായമായി കാണണമെന്നും, ഖുർആനിനെ ഒരു സ്വതന്ത്രമായ വായനയിൽ ഇവിടെ പണ്ഡിതന്മാർ അവതരിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.